ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി, ശമനത്തിന് വേണ്ടി ഒരു 3 ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ചരിത്രം വിശാലമാണ്. ആദരവായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ, കാരണം സുജൂദിൽ കിടക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പ്രവാചകരുടെ തോളത്ത് കയറിയിരുന്ന് ആന കളിക്കുമ്പോ ആ പ്രവാചകന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം സുജൂദിൽ തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൾ നിലത്ത് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച്, ഒരുപാട് സ്നേഹം നൽകി ലാളിച്ച് വളർത്തിയ, കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ, ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തിക്കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ. ആരോ പറഞ്ഞു കൊടുത്തു, ഒരു 3 ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം, നേർച്ചയാക്കണമെന്ന്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവിടത്തെ ഒരു ജോലിക്കാരിയും 3 ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 പേരും 3 ദിവസം നോമ്പ് പിടിച്ച് 1ാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാനും നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു കുറച്ച് ഗോതമ്പ് കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈവശം ഏൽപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് ഭക്ഷണം നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആ ഗോതമ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് നോമ്പ് തുറക്കാനുള്ള സമയമെടുത്തു. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം നോമ്പ് തുറന്ന് ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർത്തിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിന് വേണ്ടി നേർച്ച നേർന്ന ആ നോമ്പ് തുറക്കാൻ വേണ്ടി 3 പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുകയാണ്. ആരാണെന്നറിയില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അലി റളിയല്ലാഹു തആല അൻഹു ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം പാകം ചെയ്ത് റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല ഭക്ഷണം പാകം ചെയ്തിട്ട് അലിയുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം. തന്റെ മക്കളുടെ രോഗം മാറാൻ 3 ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ 3 പേര്. ആ നോമ്പിന്റെ 1ാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടിലെ കഴിക്കാൻ നമ്മുടെ കയ്യില് ഭക്ഷണമുണ്ട്, എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക്. ചില ആളുകളെ പറയാണ്ട് ഞങ്ങളുടെ കയ്യില് ഭക്ഷണമില്ല, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലും തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക? അലി റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. ആ സുപ്രയിലെടുത്ത് വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആരോ വാതിൽ കൈമുട്ടുന്നു. ഓടിച്ചെന്ന് കതക് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ട് പറയുകയാണ്, അന മിസ്കീനും മിൻ മസാകീനിൽ മുസ്ലിമീൻ, ഞാനൊരു മിസ്കീനാണ്, പാവപ്പെട്ടവനാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ്, അഗതിയാണ്. അതുകൊണ്ട് അത്ഇമൂനി അത്അമകുമുല്ലാഹ്, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണം. ഇന്നത്തെ ഈ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു അടി മുമ്പോട്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലി തങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അലി ഫാത്തിമയെ നോക്കുകയാണ്. അവര് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഭക്ഷണം എടുത്ത് ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ്, അഗതിക്ക് കൊടുക്കുകയാ. അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു. പിറ്റന്ന് നോമ്പാണ്, 2ാമത്തെ നോമ്പാ. ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം അന്നും കയ്യില് ഭക്ഷണത്തിന് വകയൊന്നുമില്ല. ആരിൽ നിന്നോ കടം വാങ്ങിയിട്ട് അലിയാര് തങ്ങളെ വീണ്ടും കൊണ്ടുവരികയാ. ആ ഭക്ഷണം കൊണ്ടുവന്ന് ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു. ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമ റളിയല്ലാഹു തആല സുപ്രയിലെടുത്തു വെച്ച് നോമ്പ് ഉറക്കാനുള്ള സമയമെടുത്തു. ഇതെല്ലാം കഥ പോലെ
കേട്ടിരിക്കാൻ എളുപ്പമാണ്. ചരിത്രങ്ങൾ പറയാനാളുണ്ട്, പറയിപ്പിക്കാനാളുണ്ട്, കേൾക്കാനാളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറയുടെ സമയത്ത് തന്റെ പ്രിയതമന് കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ വന്ന് കതകിന് മുട്ടുകയാ. ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല, ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഒരു സീരിയലിന്റെ തിരക്കഥയല്ല. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ചെറ്റക്കൂടയിൽ നടന്ന സംഭവമാ. അലിയാരെ തങ്ങൾ ചെന്ന് കതകങ്ങ് തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ? അയാള് പറയുകയാണ്, അനയതീമും മിനൽ അയ്താം, അനാഥനാണ് ഞാൻ, വാപ്പയില്ലാത്തവനാണ്, എനിക്ക് കയറി കിടക്കാടമില്ല, എനിക്ക് സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് അത്ഇമൂനി അത്അമകുമുല്ലാഹ്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത്. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാരെ തങ്ങളെ നോക്കുകയാണ്. ഇന്നും പട്ടിണിയാണല്ലോ, യാതൊരു സങ്കടവുമില്ല, ഒരു മുഖഭാവ വ്യത്യാസമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കൂ, അവരെ കഴിക്കട്ടെ. മൂന്നാം ദിവസത്തെ നോമ്പ് നേർച്ചയുടെ മൂന്നാം ദിവസമാണ്. തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട്, നേരിയ ശമനമാണ്. അലിയാരെ തങ്ങൾ വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി പാകം ചെയ്തു. വൈകുന്നേരമാകുമ്പോൾ ആരോ കതകിന് മുട്ടുകയാണ്. നേരം അസ്തമിക്കാറാകുന്നു, നോമ്പ് തുറക്കുന്ന സമയമാണ്. ആരാണ് കതകിന് മുട്ടുന്നതെന്നറിയാൻ ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിലിടുകയല്ല, അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു. ആരിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിക്കണം, അതാണ് ശിക്ഷ. ഒരു പാവപ്പെട്ടവന് വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് കതകിന് മുട്ടുകയാണ്. അയാള് പറഞ്ഞു, അനാസീറും മിനൽ ഉസാറാ, ഞാനൊരു തടവ് പുള്ളിയാണ്, അത്ഇമൂനി അത്അമകുമുല്ലാഹ്, എനിക്ക് നിങ്ങളെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരണം. നിവർത്തികേട് കൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം എടുത്തിട്ട് അലിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാ. സഹോദരങ്ങളെ, മഗ്രിബ് നിസ്കാരത്തിന് റമളാനിന് നോമ്പ് തുറക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ട എണ്ണ പലഹാരം തന്നില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിന്റെ വൈകൃതം അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭക്ഷണം എടുത്ത് അലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണം എടുത്ത് ആ പാവപ്പെട്ട തടവുപുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാ. ഇനി ഗോതമ്പില്ല, നേർച്ച നേർന്ന 3 നോമ്പും അവസാനിച്ചിരിക്കുകയാ. അലിയാരെ തങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്, അലിയാരെ തങ്ങൾ പൊന്നുമക്കളെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോവുകയാ. ഫാത്തിമ ബീവിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. 3 ദിവസത്തെ നോമ്പ്, ആ 3 ദിവസവും ഭക്ഷണം പാകം ചെയ്തതിന്റെ ക്ഷീണം, ഒന്നും കഴിക്കാതെ ആയി. വയറ് തന്റെ മുതുകത്തോട് ചേർന്നിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഫാത്തിമ വാടിക്കുഴഞ്ഞ് ഒരു ചേരത്തണ്ട് കിടക്കുന്നത് പോലെ കിടക്കുകയാ. ആ സമയത്ത് അലിയാരെ തങ്ങളെ പൊന്നുമക്കളുമായിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, എന്റെ മക്കൾക്ക് എന്തു പറ്റി? കാരണം 3 ദിവസത്തെ ഭക്ഷണത്തിന്റെ കമ്മി മൂലം പൊന്നുമക്കൾ പട്ടിണിയാണ്. എല്ലും തോലുമായ പൊന്നുമക്കളെ കണ്ടപ്പോൾ റസൂലുള്ളാഹിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ ഹബീബായ നബി തങ്ങൾ എന്റെ ഫാത്തിമയുടെ കോലം എന്തെന്നറിയാൻ വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാ. ഓടുന്നു ഒരു ബാപ്പയുടെ പിതൃ സ്നേഹത്തിന്റെ ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പിന്റെ വേദനയുടെ ഒരു പ്രതീകമായി അല്ലാഹുവിന്റെ ഹബീബ് ഓടി ഫാത്തിമയെ കാണാൻ പോകുമ്പോൾ ഫാത്തിമ അതാ വാടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സംസാരിക്കാൻ വയ്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ നയനങ്ങള് സജലങ്ങളായി കണ്ണുനിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. ചോരയാണോ കണ്ണുനീരാണോ വരുന്നതെന്നറിയാത്ത അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ
അതാ ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്നിറങ്ങി വരികയാ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു, നബിയെ സങ്കടപ്പെടരുത്, നബിയെ വിഷമിക്കരുത്. ഇന്ന് ഈ വീട്ടിൽ നടന്ന കാര്യത്തെ പറ്റി അള്ളാഹു ആയത്തിറക്കിയിരിക്കുകയാ. എന്താണ് അള്ളാഹു ആയത്തിറക്കിയതെന്നറിയോ? വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അല്ലാഹ് പറയുകയാണ്, യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, കഴിക്കാൻ സുപ്രയിലെ ഭക്ഷണം എടുത്ത് വെച്ച പ്രിയപ്പെട്ട ഫാത്തിമ, അവിടുത്തെ പ്രിയതമൻ അലി റളിയല്ലാഹു അൻഹു, വേലക്കാരിയായിരുന്ന ഖാദിമത്ത്, അവരുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈന്, ഈ കുടുംബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തത് ഫാത്തിമയല്ലേ നബിയെ? രണ്ടാമത്തെ ദിവസം കടന്നു വന്നതാരാണ്? യതീമിസ്കീനൻ വയതീമൻ വഅസീറാ. ഒരു അഗതി വന്നു, ഒരു അനാഥന് വന്നു, ഒരു തടവ് പുള്ളി വന്നു. ഈ മൂന്ന് പേർക്കും ഭക്ഷണം അവരെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ നോമ്പ് തുറയുടെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ. പൊന്നാര നബിയെ, അങ്ങ് സങ്കടപ്പെടരുത്, അങ്ങയുടെ പൊന്നുമോളുടെ മുഖം കണ്ടിട്ട് അങ്ങ് തളർന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഇൻസാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദഹ്റിലെ ആ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ആർക്കും കൊടുത്താലും പ്രിയപ്പെട്ടവരെ പ്രത്യുപകാരം ആഗ്രഹിക്കരുത്. ആരിൽ നിന്നും നിങ്ങളൊന്നും കൊതിക്കരുത്. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. നാളെ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾക്ക് തരുമെന്ന് കൊതിക്കരുത്. നിങ്ങൾ ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക്, ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു നല്ല വാക്ക് ഇത് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നറിയോ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. നാളെ പരലോകത്ത് മുഖം ചൂളി പോകുന്നൊരു ദിവസമുണ്ട്. ആ മുഖം ചൂളി പോകുന്ന ദിവസത്തിൽ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത്.